കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം. രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണി കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ മേൽക്കാതും കീഴ്ക്കാതും ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് 7 സ്വർണ്ണത്തിലകങ്ങളെ കൊണ്ട് ഒരു മാല മാതിരിയാണ് അലങ്കരിച്ചിരിക്കുന്നത്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി. കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഭക്തർക്കെല്ലാം സന്തോഷത്തിൽ, ആനന്ദത്തിൽ, ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ അടുത്തേക്ക് കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി ഓടി 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 ഓടിപ്പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവ്വ ആഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരിക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. നല്ല പോലെ വിചാരിച്ചോളൂ. പൊന്നുണ്ണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 2 കൈകളെ കൊണ്ട് കൂട്ടിപ്പിടിച്ച് കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ്ടും നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിച്ചോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക. കണ്ണൻ അത് കേൾക്കും. കേൾക്കാതിരിക്കാൻ കണ്ണന് പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാൽ കണ്ണൻ്റെ ഒരു വരവുണ്ട് നമ്മുടെ അടുത്തേക്ക്. ഓടി ഇങ്ങനെ വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം പിന്നെയും പിന്നെയും വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ കണ്ണനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടു നടക്കേണ്ടത് കണ്ണൻ്റെ ചുമതലയാണ്. അപ്പോൾ എല്ലാവരും കണ്ണനെ ആ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ. കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ കയ്യും പിടിച്ച് കണ്ണൻ നടക്കും. ജീവിതത്തിലെല്ലാ സുഖ സൗകര്യങ്ങളും തന്ന് കണ്ണൻ നമ്മളെ അവസാനം കണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വവിധ ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റും ഈ ഒരു മന്ത്രം കൊണ്ട്. പിന്നെ സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സുണ്ടാവും, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് ഈ മന്ത്രം എല്ലാവരും ജപിക്കുക. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഉപാസിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ വരും തലമുറകൾക്ക് അത് ഉപദേശിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കുകയും വേണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ
ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ നാമത്രയ മന്ത്രം ചെല്ലാൻ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ.